ഹായ് മുതുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനും സുഖമായിട്ടിരിക്കണോ, ഹാപ്പി ആയിട്ടിരിക്കണോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഇത്ര പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്, അതായത് അത് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും എടുത്ത് അങ്ങനെയൊക്കെ ഇട്ട ഒരു വീഡിയോ ആണ്. എത്താമത് പ്രാവശ്യം വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം അതും കൂടെ പറയാനായിട്ട് എനിക്ക് കറക്റ്റായിട്ട് പറ്റുന്നില്ല. എനിക്ക് അറിയത്തില്ല അതെങ്ങനെ പറഞ്ഞ് ഇതാക്കും എന്നുള്ള കാര്യം. എനിക്ക് ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് രാത്രിക്ക് ഒരു മെസ്സേജ് വന്നതാണ്. ഒരു കുട്ടി ആലപ്പുഴയിലുണ്ട്. ഞാനത് എത്രമാത്രം എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങളത് എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണോ തോന്നുന്നത് എന്നുള്ള ഒരു മറുപടി, അതായത് ആ കുട്ടിയോട് എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമെന്ന് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ആലപ്പുഴയുള്ളൊരു കുട്ടി, രണ്ട് കുട്ടികൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് 33 വയസ്സ്, ഒരാൾക്ക് 40 എത്രയെങ്ങാണ്ട് വയസ്സുണ്ട്. ഒരു ആണും ഒരു പെണ്ണും. അപ്പം 33 അല്ല, 36. അപ്പം അതായത് ഇവർ ആലപ്പുഴയിൽ നിന്നും ട്രിവാൻഡ്രത്ത് ജോലിക്ക് പോയിരിക്കുന്നതാണ്. ഈ കുട്ടിക്കൊരു 24-25 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഓഫീസിൽ വന്നിട്ട് ഈ പയ്യൻ വിവാഹാഭ്യർത്ഥന നടത്തിയതാണ്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു പഞ്ചാര സ്റ്റൈൽ അല്ലായിരുന്നു, കുറച്ച് അത്യാവശ്യം നല്ല മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്തു. കാഴ്ചയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ജോലി ഉണ്ടായിരുന്നു, കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആ ഒരു റിലേഷൻ കുറച്ചൊന്ന് ഇത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ഏകദേശം ഒരു 8 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി ഇത് വീട്ടിൽ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പം തുടങ്ങി പതിയെ ഒന്ന് പുറകോട്ട് പോന്നു തുടങ്ങി. അങ്ങനെ പോകുന്ന കുറച്ച് ഇപ്പം വിളിയുടെ ഗ്യാപ്പ് കൂടി വന്ന് കുറച്ച് അങ്ങോട്ട് കൂടുതൽ വിളിച്ചാൽ ചില സമയത്ത് എടുക്കാതെ വരിക, അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് എന്നിങ്ങനെ ഇത് ഇത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചോദ്യം കാത്തിരുന്നത് പോലെയായിരുന്നു അത്രേ അവിടെ നിന്ന് മറുപടി വന്നത്. അതായത് പെട്ടെന്ന് തന്നെ പറഞ്ഞു, അതെ എനിക്കൊരു ഫാമിലി ഉണ്ട് എന്നിങ്ങനെ പെട്ടെന്ന് അവിടെ നിങ്ങളുടെയൊക്കെ ഒരു റിപ്ലൈ വന്നപ്പോഴത്തേക്കും ഈ കുട്ടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ 2 ദിവസം അത് ഏതോ ഒരു ലോകത്ത് എന്ന പോലെയായിരുന്നു അതിൻ്റെ ഒരു നടത്തവും കാര്യങ്ങളും എല്ലാം. എവിടെയോ ചെന്ന് പെട്ട ഒരു അവസ്ഥയിലേക്കായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി, അത് എടുത്തടിച്ചതുപോലെയുള്ളൊരു മറുപടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ എടുക്കാതെയായി, മാക്സിമം അങ്ങോട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകാൻ തുടങ്ങി. ഇവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആള് വിവാഹിതനായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തോ മാനസികമായിട്ടൊരു അകലം കാരണം വേറെയായിരുന്നു നിന്നിരുന്നത്. അവരവരുടെ വീട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഡൈവോഴ്സിലേക്ക് പോകും എന്ന ഒരു ധാരണയും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഒരു മെൻ്റൽ ഡിപ്രഷനിലായിരുന്നു ഈ വ്യക്തി. അതിനിടയ്ക്ക് ജസ്റ്റ് ഒരു ടൈം പാസ് എന്ന നിലയിലായിരുന്നു തുടക്കം ഇതിൻ്റെ. പക്ഷേങ്കിൽ പിന്നീട് കുട്ടി ആത്മാർത്ഥമായിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ആഴം കൂടി എന്നുള്ളത് സത്യമാണ്. അതിനിടയ്ക്കാണ് അവർ പിണക്കൊക്കെ മാറ്റി തിരിച്ചു വന്നത്. അപ്പം അതും ഇതും എല്ലാം കൂടി ആയിട്ട് ആകെ ഒന്നും ക്ലാഷായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നു. പിന്നീട് കരഞ്ഞ് പറക്കി പ്രശ്നങ്ങളൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിളിയും കാര്യങ്ങളൊക്കെ ആയി. ആ ഒരു റിലേഷൻ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വീട്ടിൽ കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ വന്നു. ഈ കുട്ടിക്ക് ഒരു 3 പേരാണ്, 2 പെൺകുട്ടികളും ഒരു അനിയനും ഉണ്ട്. അനിയൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയും ഇവരിങ്ങനെ ഒപ്പം ഏകദേശം വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് കയറി പോരുന്ന ഒരു സമയമായതുകൊണ്ട് ഇവർ വീട്ടിൽ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനത്തെ ആ ഒരു നിർബന്ധിച്ച സമയത്ത് ഒരു ഗത്യന്തരമില്ലാതെ താഴെയുള്ളവരുടെ പേര് പറഞ്ഞിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് വേറൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇത് ആരോടൊന്നും പറയാനും പറ്റാത്തൊരു സ്റ്റേജുമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു മാരീഡ് ലൈഫ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഈ കുട്ടിക്ക്. കാരണം ഇവരുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയാണ്, തന്നെ പറ്റിച്ചു എങ്കിൽ പോലും ആ ഒരു വ്യക്തിയാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുമായിട്ട് മാനസികമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയോ അങ്ങനെ അങ്ങോട്ട് തള്ളിപ്പോയി. ഒരു കുട്ടിയുണ്ട് ഇവർക്ക്. അത് കഴിഞ്ഞ് ഒരു
3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ ആക്സിഡൻറ്റിൽ ഈ പുള്ളി കുറച്ച് നാൾ കിടന്നു. അതായത് ഒരു സൈഡ് 6 മാസമോ മറ്റോ എന്തോ കിടന്നിട്ടുണ്ട്. ഒരു സൈഡ് അനക്കാൻ പറ്റാതായിപ്പോയി. കാലേ കൂടെ കയറി ഇറങ്ങി വണ്ടി പോവുകയോ അങ്ങനെ എന്തോ ചെയ്തതാണ്. വ്യക്തമായിട്ട് വോയിസ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നു പറയുമ്പോൾ കുട്ടിയുടെ. അപ്പം 6 മാസക്കാലം കിടന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന് ഭയങ്കര കുറ്റബോധം വന്നു. അതായത് ഈ വ്യക്തി, അതായത് ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒട്ടും ആത്മാർത്ഥത കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇവർ ഏതോ ഒരു ലോകത്തിലെന്ന പോലെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ആ പുള്ളി അക്സെപ്റ്റ് ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും ഈ കുട്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ കാരണം അതിങ്ങനെ മാനസികമായിട്ടാകെ ഇതിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 6 മാസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി മരിച്ചു. ആക്സിഡൻ്റ് ആയി കിടന്ന ഹസ്ബൻഡ് മരിച്ചു. ഇവർ പിന്നെ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ നാൾ മുന്നോട്ട് പോയി. അതിനിടയിൽ എങ്ങനെയോ ഈ മറ്റേ വ്യക്തി വിളിക്കുകയുണ്ടായി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഇത് മനസ്സിൽ ആകെ ഇതായി, ടെൻഷനും കാര്യങ്ങളുമായി. കാരണം ഇവർ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്റ്റേജ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോള് വരുന്നത്. ഈ കുട്ടിക്ക് വീണ്ടും ആ ഒരു ഇത് മനസ്സിനെ ഭയങ്കര ഭാരപ്പെടുത്താണ്. എങ്ങനെ ഇതിൽ നിന്നും ഒന്ന് റിക്കവർ ചെയ്ത് കയറിപ്പോരാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ആ വ്യക്തിയോടായിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒരു കോളും കാര്യങ്ങളും ഒക്കെ വന്ന് ആ വ്യക്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനായി പോയതിനാലാണ് അങ്ങനെ വന്നു പോയതും എന്ന് പറയുന്നു. അതിനോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്കിതിന് മറുപടി പറയാനായിട്ടൊന്നും പറ്റുന്നുമില്ല. എന്ത് മറുപടി ഇതിനോട് പറയണം? കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരുമിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. കാരണം ഇവർ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു ഫാമിലി ഉണ്ട് താനും. പക്ഷേ ഇവർ മാനസികമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റിലായി പോവുകയും ചെയ്തു. എന്തു പറയും? ആലോചിച്ചും കണ്ടും മുന്നോട്ട് പോവാതിരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്ത് മറുപടിയാണ് പറയാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു മറുപടി പറയാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ചും കൂടെ മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള നമ്മുടെ ആൻറ്റിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ. പലരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പം എനിക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്കിതിലെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആണ് എൻ്റെ ചോദ്യം. അത് ആ കുട്ടിയും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാരണം ഈ കുട്ടിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ ആ വ്യക്തിയെ തെറ്റുകാരനാണ് ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കുകയായിരുന്നു സംഭവം. ഓക്കെ, പക്ഷെ അവർ വന്ന ആ സാഹചര്യം അതായതുകൊണ്ട് ഈ കുട്ടിക്ക് ആ വ്യക്തിയെയും തെറ്റായി ഒന്നും ഇതാക്കാനും പറ്റുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഇപ്പോഴും മാനസികമായിട്ട് ആ ഒരു ഇത് ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഡിപ്രഷനിലേക്ക് പോകുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ പ്രശ്നങ്ങൾ. ഒരു കുട്ടിയുണ്ട്, അതിൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കി മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കലുഷിതമായിട്ട് ആകെ പ്രശ്നത്തിൽ കിടന്നുഴലുന്നു. കൗൺസിലിംഗ് ഒക്കെ പല പ്രാവശ്യം എടുത്തതാണ്. അതുകൊണ്ടൊന്നും കരകയറി പോരാനായിട്ട് പറ്റിയില്ല എന്നും പറയുന്നു. എന്ത് ചെയ്യും? ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒട്ടും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള പല നമ്പറുകളുമായിട്ട് പലരും വരും. ആ ഒരു സമയത്ത് നമ്മളത് അത്രയും ചൂഴ്ന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതിരിക്കുമ്പോഴത്തെ കുഴപ്പങ്ങളാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പം അത്രയും പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ കുട്ടികൾ ഭയങ്കര കുറച്ചും കൂടെ ഫ്രീ മൈൻഡാണ്. അവർ അതല്ല അതിനപ്പുറം ചൂഴ്ന്നെടുക്കുന്ന ടൈപ്പാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു ഇപ്പം. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമൊന്നും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ അധികമൊന്നും അങ്ങനെ ചൂഴ്ന്നതിലേക്ക് ഇറങ്ങിപ്പോയി തുറന്നു നോക്കാനും കാര്യങ്ങൾക്കൊന്നും ആളുകൾ മുതിരില്ലായിരുന്നു. എല്ലാം സത്യമാണ് എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നൊക്കെ. അതായത് ഞാനോട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല. 36 വയസ്സും എനിക്ക് ഈ ഒരു പ്രാവശ്യം ഞാൻ പറയത്തില്ല. അപ്പം
വലിയ വ്യത്യാസം എന്നാൽ കുറച്ച് വ്യത്യാസമുണ്ട് തന്നെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എനിക്കറിയാം നമ്മളങ്ങനെ അധികം ഇങ്ങനെ എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം വിശ്വസിച്ച് അതിലേക്ക് ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും മനസ്സർപ്പിച്ച് നമ്മൾ ഇതാക്കുന്നൊരു സമയമാണ്. ഇന്നാണെങ്കിൽ ഹായിടാ ബായിടാ എന്നൊക്കെ പറഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇന്ന്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. അവർ അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇതായിരുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ആ ഒരു ഇത് മനസ്സിൽ അതുപോലെ കിടന്ന് വിങ്ങുന്നുണ്ട്. അതിനകത്തു നിന്നൊരു മോചനം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ദയവേത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഈ കുട്ടിയോട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ എത്രമാത്രം അത് ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കുറച്ചും കൂടെ എന്നെക്കാളും കുറച്ചും കൂടെ ജീവിത പരിചയം കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ ഇതിനകത്തുള്ളവരെ. നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇനിയും പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതെ മാക്സിമം നോക്കുക കേട്ടോ. കാരണം അതിന് ശേഷം നമ്മൾ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമെന്നറിയോ, മഴ പെയ്തു തുടങ്ങിയ തുണിയെല്ലാം പുറത്ത് കിടക്കുന്നു. അപ്പം റിപ്ലൈ ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പോയി അത് പറക്കിക്കൊണ്ട് വരട്ടെ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാൻ പറ്റിയിരിക്കും. ബൈ.